ഗൈസ്, ഇപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഞാനൊരു യൂട്യൂബിൽ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഇതിനു മുമ്പ് ഐഫോൺ SE, സാംസങ്ങിൻ്റെ വേരിയസ് മോഡൽസിൻ്റെ എല്ലാം അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ S22 Ultra'ടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റ്, അതായത് സ്നാപ്ഡ്രാഗൺ 8th Gen വന്നിരിക്കുന്ന വളരെ ചുരുക്കം ചില ഫോൺസിൽ ഒന്നാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡീറ്റെയിൽ റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ എക്സ്റ്റീരിയർ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മൈക്ക് വരുന്നുണ്ട്. ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ വളരെ പ്ലെയിൻ ആണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കേഴ്സ് ഇവിടെ എത്തുന്നുണ്ട്. പിന്നെ സിം ഇജക്ടർ ട്രേ ഇവിടെയാണ് വരുന്നത്. ഒരു സ്പീക്കറിൻ്റെ പോർട്ടും കൂടെ ഉണ്ട്. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പെന്നാണ്. ഈ ഒരു ലൈറ്റ് പെൻ ഇതിൽ വരുന്നുണ്ട്. നമുക്കിത് വെച്ച് നോട്ട്സ് സ്ക്രിബ് ചെയ്യാനും കാര്യത്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 120 Hz ആണ്. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷനാണ് നമുക്കിത് തരുന്നത്. എല്ലാ ആപ്സും വളരെ ഈസിയായി ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ സ്മൂത്തായിട്ട് റെസ്പോൺസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ 6.8 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസാണ് ഇത് കൊടുക്കുന്നത്. സോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ 12th വെർഷനാണ് ഇതിൽ കിടക്കുന്നത്. പിന്നെ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. അതുകൂടാതെ ക്യാമറയിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ 108 MB പ്രൈമറി ക്യാമറയും അതുകൂടാതെ 40 MB ഫ്രണ്ട് ക്യാമറയും ഇതിലുണ്ട്. അപ്പോൾ ഈ S22ൻ്റെ കൂടെ എനിക്കാണെങ്കിൽ കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഗാലക്സി ബഡ്സ് പ്രോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 479 dirhams ആണ്. പക്ഷേ കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായിട്ടാണ് എനിക്കിത് കിട്ടിയത്. വളരെ നോയിസ് ക്യാൻസലേഷനും 15 to 20 hours ബാറ്ററി ബാക്കപ്പും ഉള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇയർബഡ്സുകളിൽ ഒന്നാണ് സാംസങ്ങിൻ്റെ ഈ ഇയർബഡ്സ് പ്രോ. ഈ ഇയർബഡ്സ് പ്രോ കൂടാതെ സാംസങ്ങിൻ്റെ 1 year ഇൻ്റർനാഷണൽ വാറണ്ടിയും ഇതിനോട് നമ്മുടെ വെൻഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പർച്ചേസ് ചെയ്ത വെൻഡറിൻ്റെയും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എൻ്റെ ബയോയിൽ ചെക്ക് ചെയ്താൽ മതി. MB ഫ്രണ്ട് ക്യാമറ ഇതിലുണ്ട്. അല്ല